ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിന്റെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ പ്രോബ്ലംസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രോബ്ലങ്ങൾ ചോദിക്കുന്ന ഏരിയകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അതിൽ ഏറ്റവും ആദ്യം ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്കറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആദ്യത്തെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുല V is equal to W by Q. V is potential difference, W is work done, Q is the charge. അപ്പൊ Q ചാർജിനെ W വർക്ക് ഡൺ വേണം നീക്കാനെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V സമം W by Q. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഫോർമുല V സമം W by Q, അതിനെ നിങ്ങൾക്ക് തിരിച്ചെഴുതാം W is equal to Q into V. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കും. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 4 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ 1 മൈക്രോൺ കൂളോം ചാർജിനെ നീക്കാൻ വേണ്ട വർക്ക് എത്ര? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 4 വോൾട്ട് ആൻഡ് ദ ചാർജ് മൂവ് ഈസ് 1 മൈക്രോ കൂളോം. 1 മൈക്രോ കൂളോം ഈസ് 10 raised to minus 6 കൂളോം. What is the work done? So it's simple formula, W is equal to Q into V, that's equal to 10 raised to minus 6 into 4. The answer is 4 into 10 raised to minus 6 joule. Okay? അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചോദിക്കും. വർക്ക് ഡൺ W is equal to Q into V. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. നമ്മൾ മുന്നോട്ട് പോയാൽ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഫോർമുലയാണ് ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ V is equal to 1 by 4 pi epsilon 0 Q divided by R. Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിൽ നിന്ന് 6 ദൂരത്തിരിക്കുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് 1 by 4 pi epsilon 0 Q by R. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. 2 മൈക്രോ കൂളോം ചാർജ്, ഒരു പോയിന്റ് ചാർജ് ആണ് 2 മൈക്രോ കൂളോം. അതിൽ നിന്ന് 1 മില്ലിമീറ്റർ ദൂരത്തിരിക്കുന്ന പോയിന്റ് P, അവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് 1 millimeter ഫ്രം എ പോയിന്റ് ചാർജ് 2 മൈക്രോ കൂളോം? Answer is simple. V is equal to 1 by 4 pi epsilon 0 Q divided by R. And what is 1 by 4 pi epsilon 0? That is equal to 9 into 10 raised to 9 into Q in the സ്ഥാനത്ത് 2 മൈക്രോ കൂളോം ആണ്. അപ്പൊ 2 into 10 raised to minus 6 കൂളോം ആയി, ഡിവൈഡഡ് ബൈ R ന്റെ സ്ഥാനത്ത് 1 millimeter ആണ്. 1 millimeter is 10 raised to minus 3 meter ആണ്. ഒക്കെ SI സിസ്റ്റത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. So the answer becomes simple. 9 into 2 18 into 10 raised to 9, ഈ 10 raised to minus 3 മുകളിലേക്ക് വരുമ്പോൾ 10 raised to plus 3 over 10 raised to 12 into 10 raised to minus 6 will be 10 raised to minus 6, and the unit will be, potential the unit is volt. So 18 into 10 raised to minus 6 volt. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചോദിക്കും. ഇതേപോലെ നമുക്ക് ചോദിക്കുന്ന ഇതിനെ ഒന്നും കൂടി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, there is an electric dipole. There is an electric dipole consisting of charges plus 1 microcoulomb and minus 1 microcoulomb. ഒരു ഡൈപോൾ ആണ്. പ്ലസ് 1 മൈനസ് 1 മൈക്രോകൂളോമുകളാണ് ചാർജ്. ആ ഡൈപോളിന്റെ ലെങ്ത് 2 millimeter ആണ്. ഡൈപോൾ ലെങ്ത് ഈസ് 2 millimeter ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ഡൈപോൾ? അതിന്റെ സെന്ററിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? 1 millimeter ദൂരമാവുമല്ലോ. അപ്പോ സെന്ററിലേക്കുള്ള ദൂരം 2 millimeter ആണ് ഡൈപോളിന്റെ ലെങ്ത് എങ്കിൽ സെന്ററിലേക്ക് ഓരോ ചാർജ് എന്നുള്ള ദൂരം 1 millimeter ആയിരിക്കും. ചോദ്യം, സെന്ററിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? സെന്ററിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ഈസ് പോസിറ്റീവ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് ഈസ് നെഗറ്റീവ്. സോ ആൻസർ ഈസ്, ഇയാള് പ്ലസ് 1 കൂളോം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെ അതേ സംഖ്യ തന്നെയായിരിക്കും മൈനസ് 1 കൂളോം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ. കാരണം ഒരേ ദൂരത്താണ്, ഒരേ ചാർജുകളാണ്, രണ്ടാക്കാരും ഈക്വൽ. അപ്പോ നമുക്ക് വേണമെങ്കിൽ എഴുതാം V1 equal to 1 by 4 pi epsilon 0 Q divided by R. V2 equal to മൈനസ് ചാർജ് ആണ്, സോ മൈനസ് 1 by 4 pi epsilon 0 Q divided by R. രണ്ട് കേസിലും Q സെയിം ആണ്, 1 ആണ്. ഡിസ്റ്റൻസ് 1 millimeter ആണ്. അതുകൊണ്ട് രണ്ടെണ്ണം ഈക്വൽ ആണ്. ഒരാൾ പോസിറ്റീവ് ആണ്, മറ്റേ നെഗറ്റീവ് ആണ്. So total potential at the center is V1 plus V2, that's equal to 0.
രണ്ടെണ്ണം കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് സീറോ. നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. നോക്കൂ, പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് E1, നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലേക്ക് E2. അപ്പൊ നമുക്ക് E1ഉം E2ഉം സെന്ററിൽ ഒരേ ഡയറക്ഷനിൽ വരും. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി E1 പ്ലസ് E2. രണ്ടാക്കാരും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, കാരണം ഒരേ ദൂരമാണ്, ഒരേ ചാർജുകളാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2E1 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 2 into 1/4πε0 Q divided by R square. So that's equal to 2 into 9 into 10 raised to 9 into Qന്റെ സ്ഥാനത്ത് 10 raised to -6 കൂളോം 1 മൈക്രോ കൂളോം ആണ്. ഡിവൈഡഡ് ബൈ R സ്ക്വയറിന്റെ സ്ഥാനത്ത് ദൂരം 1 മില്ലിമീറ്റർ ആണ് സെന്ററിലേക്കുള്ള ദൂരം. സോ 10 raised to -3 ഹോൾ സ്ക്വയർ കൊടുത്താൽ അത്രയും ന്യൂട്ടൺ പെർ കൂളോം ആയിരിക്കും ഉത്തരം. അപ്പോ സെന്ററിലെ ഒരു ഡൈപോളിന്റെ സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് ഒരാൾ ഉണ്ടാക്കുന്ന ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ട്വൈസ് ആയിരിക്കും. പക്ഷേ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിലെ പൊട്ടൻഷ്യൽ വിൽ ബി സീറോ ആയിരിക്കും. ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ ഒരു ധാരണ ഉണ്ടായിക്കൂടാ. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് എൻട്രൻസിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യം. ദർ ഇസ് എ ഡൈപോൾ, സോറി നോട്ട് ഡൈപോൾ, 2 + 2 മൈക്രോ കൂളോമും -1 മൈക്രോ കൂളോമും ഉണ്ട്. A system consists of +2 microcoulomb and -1 microcoulomb. They are separated by, ഇവർക്കിടയ്ക്കുള്ള ദൂരം തന്നിട്ടുണ്ട്, is 2 millimeter. 2 മില്ലിമീറ്റർ ആണ് അവർക്കിടയ്ക്കുള്ള ദൂരം. ചോദ്യം ഇതാണ്, ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ 0 പോയിന്റ് കണ്ടെത്തുക. ഈ രണ്ടാക്കാരും കൂടിയിട്ട് പൊട്ടൻഷ്യൽ 0 പോയിന്റ് കണ്ടെത്തുക. അപ്പോൾ there is a system of 2 point charges +2 microcoulomb -1 microcoulomb separated by 2 millimeter. Find the point at which electric potential due to the system is 0. എവിടെയായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുക? നമുക്ക് നോക്കാം. അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റിലാവില്ല പൊട്ടൻഷ്യൽ 0 ആവുക. ഡൈപോൾ ആണെങ്കിൽ കറക്റ്റ് സെന്ററിലാവും. ഇവിടെ ഡൈപോൾ അല്ലാത്തതുകൊണ്ട് സെന്ററിലാവില്ല. അപ്പൊ എവിടെയാണ് പൊട്ടൻഷ്യൽ 0 ആവാൻ സാധ്യത? കൂടുതലായിട്ട് പൊട്ടൻഷ്യൽ 0 ആവാൻ സാധ്യത -1 മൈക്രോ കൂളോമിന്റെ അടുത്തുള്ള പോയിന്റിലായിരിക്കും. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ അങ്ങനെ വിചാരിക്കാം. അവിടേക്ക് നമുക്ക് ഇയാളിൽ നിന്നുള്ള ദൂരം x ആയിട്ട് വിചാരിക്കുക, +2 മൈക്രോ കൂളോം എന്ന്. അപ്പൊ ദിസ് വിൽ ബി എന്തായിരിക്കും ദൂരം? 2 മില്ലിമീറ്റർ എന്ന് x പോയി കഴിഞ്ഞാൽ 2 - x ഒക്കെ മില്ലിമീറ്റർ ആണ് കേട്ടോ. Therefore ഇയാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഈ പോയിന്റിലും ഇയാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഈ പോയിന്റിലും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയി ക്യാൻസൽ ചെയ്യണം. ഓക്കെ, സോ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ V1 എത്രയായിരിക്കും വരിക? +2 മൈക്രോ കൂളോം, കാരണം x ദൂരത്തുണ്ടാവുന്ന പൊട്ടൻഷ്യൽ വിൽ ബി 1/4πε0 2 into 10 raised to -6 divided by x. ക്ലിയർ? 1/4πε0 Q/R. x ദൂരത്തായതുകൊണ്ട് x എന്ന് എഴുതും. നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഇയാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. നമ്മൾ ഇനി നെഗറ്റീവ് എഴുതേണ്ട, കാരണം രണ്ടാക്കാരും ഈക്വലന്റ് നെഗറ്റീവായി, ഓപ്പോസിറ്റ് പോസിറ്റീവ് നെഗറ്റീവായി ക്യാൻസൽ ചെയ്യാൻ പോവാൻ. അപ്പൊ വീണ്ടും ഇവിടെയും 1/4πε0 ആര് -1 മൈക്രോ കൂളോം ഉണ്ടാക്കുന്ന സാധനം 1 into 10 raised to -6 ക്യൂവിന്റെ സ്ഥാനത്ത് ഡിവൈഡഡ് ബൈ ദൂരം എത്രയാണ്? 2 - x ആണ്. 2 - x. സോ 1/4πε0 ക്യാൻസൽ ചെയ്ത് പോയി, 10 raised to -6 ക്യാൻസൽ ചെയ്ത് പോയി. സോ ആൻസർ ബിക്കം 2/x equal to 1/2 - x. Okay, so that becomes, then നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2 into 2 - x equal to x. Okay, 2 cross multiply ചെയ്തു. 4 - x equal to x. 4 - 2x. 2 into 2 4 - 2x is equal to x. So നമുക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 3x എന്ന് വരും, ഈക്വൽ ടു ഇത് 4. So 3x is equal to 4 or x is equal to 4/3 millimeter. 4/3 millimeter. That is 1 point something. സോ ഇവിടെ നിന്ന് 4/3 മില്ലിമീറ്റർ ദൂരത്ത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ വിൽ ബി 0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. പൊട്ടൻഷ്യൽ 0 പോയിന്റ് കണ്ടെത്താം. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, there are 4 point charges at the 4 corners, +1 micro coulomb, +1 micro coulomb, +1 micro coulomb, +1 micro coulomb. They are at the 4 corners of a square of side 1 millimeter. 1 millimeter സൈഡുള്ള ഒരു സ്ക്വയറിന്റെ 4 കോർണേഴ്സിൽ
ഒരേപോലുള്ള പോയിന്റ് ചാർജുകൾ ഇരിക്കുന്നു. 4 ആൾക്കാരും +1 മൈക്രോ കൂളോം ആണെന്ന് കരുതുക. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ? ആ സ്ക്വയറിന്റെ സെന്ററിലെ പൊട്ടൻഷ്യൽ എത്ര? സെന്ററിലേക്കുള്ള ദൂരം എത്രയായിരിക്കും നോക്കുക. ദിസ് ഒരു ഡയഗണലായി മാറും. സോ ഇത് എ ആണെങ്കിൽ ദിസ് വിൽ ബി ഹൈപ്പോട്ടന്യൂസ് വിൽ ബി √a² + a² ദാറ്റ് വിൽ ബി √2a. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെന്ററിലേക്കുള്ള ദൂരം നമ്മളെ r എന്ന് പറയുന്ന സെന്ററിലേക്കുള്ള ദൂരം എത്രയായിരിക്കും വരിക? ഓരോ കോർണറിൽ നിന്നും സെന്ററിലേക്കുള്ള ദൂരം ഈ √2a ന്റെ പകുതിയായിരിക്കും. സോ ദാറ്റ് ഈസ് √2a/2 ദാറ്റ്സ് ഈക്വൽ ടു a/√2. √2 2 times where a is side of the square. അപ്പോ ഓരോ കോർണറിനും ഇതിന്റെ സെന്ററിലേക്കുള്ള ദൂരം a/√2 ആയിരിക്കും, വേർ a സൈഡ് ആയിരിക്കും. മനസ്സിലായി വിചാരിക്കുന്നു. ഡയഗണലിന്റെ നീളമാണ് √2a. അപ്പൊ സെന്ററിലേക്ക് കോർണറിൽ നിന്നുള്ള ദൂരം ആ √2a ന്റെ പകുതി ആയിരിക്കും. അതാണ് r a/√2 എന്ന് കിട്ടും. അപ്പൊ ഓരോ ചാർജും എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് പൊട്ടൻഷ്യലുകളൊക്കെ കൂട്ടി പോകണം. ഓരോരുത്തർ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ നമുക്ക് v1 എന്ന് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 1/4πε0 q divided by r that's equal to 9 into 10⁻⁹ into ചാർജ് 10⁻⁻6 കൂളോം ഡിവൈഡഡ് ബൈ r ന്റെ സ്ഥാനത്ത് a/√2 ആണ്. a/√2 എത്ര വരിക? a ഇവിടെ നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു. സോ 1 into 10⁻⁻3 മില്ലിമീറ്റർ a ആയി ഡിവൈഡഡ് ബൈ √2. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് 4 into v1 അല്ലെ. 4 ആൾക്കാരുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് കൂട്ടിപ്പോയതാണ്. സോ 4 into v1 that's equal to 4 into 9 into 10⁻⁹ into √2 മുകളിലേക്ക് വരും. √2 into മുകളിൽ 10⁻⁻6 ഡിവൈഡഡ് ബൈ 10⁻⁻. സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആവും. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലങ്ങൾ ചോദിക്കും. അതേ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ? ഈ സ്ക്വയറിന്റെ സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാവും? ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആവും, ക്യാൻസൽ ചെയ്യും. ഈ +1 കൂളോമും ഈ +1 മൈക്രോ കൂളോമും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പൊ 4 കോർണറിലും ഒരേ ചാർജുകൾ പോസിറ്റീവ് ആയിട്ടുള്ള +1 മൈക്രോ കൂളോമുകൾ ഇരുന്നാൽ സെന്ററിൽ നിന്നുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷെ സെന്ററിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളും ചോദിക്കാം. നിങ്ങൾ വീണ്ടും ചെയ്തു നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ വേഗത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചോദിക്കാം. ഇനി ഞാൻ നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു ക്യൂബ് ഉണ്ടെന്ന് കരുതുക. ഒരു ക്യൂബാണ് നമ്മളിപ്പോ വരയ്ക്കാൻ പോകുന്നത്. ഒരു ക്യൂബിന്റെ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ. 8 കോർണേഴ്സിൽ ഈ പറഞ്ഞ പോലെ +q ഇരിക്കുക വിചാരിക്കാം. +q ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ. +q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തോന്നുന്നുണ്ടെങ്കിൽ +q. ഓക്കെ. എത്ര കോർണറുകൾ ഉണ്ട്? 1 2 3 4. ഇവിടെ അതേപോലെ 4. അങ്ങനെ 8 ഒരേപോലുള്ള ചാർജുകളെ ഞാൻ വെച്ചു. വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ക്യൂബ്? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെന്ററിലേക്കുള്ള ദൂരം കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യം ഒരു ഫേസിന്റെ ഡയഗണലിലേക്കുള്ള ദൂരം ഇതൊക്കെ a ആണെന്ന് വിചാരിച്ചോളൂ. ക്യൂബിന്റെ ഓരോ സൈഡുകളുടെ നീളം a ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ ഡയഗണൽ എടുത്താൽ ദിസ് വിൽ ബി √2a ആയിരിക്കും. ഒരു ഫേസിന്റെ മുഖം √2a ആയിരിക്കും ഡയഗണൽ ഉണ്ടാവും. ഒരു ഫേസിന്റെ ഡയഗണൽ വിൽ ബി √2a. അത് വരുന്ന രൂപത്തിൽ ഇനി സെന്ററിലേക്ക് നമുക്ക് ഇങ്ങനെയല്ലേ വരിക, ഓപ്പോസിറ്റ് കോർണേഴ്സിന് ഇങ്ങനെ കൂട്ടി വരിക. അപ്പൊ ക്യൂബിന്റെ സെന്റർ കൂടെ പോയി. സോ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാവും. √2a ഒരു സൈഡാണ്, a ഒരു സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ദിസ് വിൽ ബി ആയിരിക്കും. അപ്പോൾ ദിസ് √2aയും ഈ aയും കൂടി കയറുന്ന സമയത്ത് ഹൈപ്പോട്ടന്യൂസ് വിൽ ബി ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം വിൽ ബി എത്രയായിരിക്കാം? 2r എന്ന് നിങ്ങൾക്ക് വിളിക്കാം. കോർണറിൽ നിന്നുള്ള ദൂരം 2r. ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്കുള്ള ദൂരം എത്ര വരിക? √2a whole square plus a². That's equal to √2a² plus a² വരും. √3a² വരും. √3a എന്ന് കിട്ടും. അപ്പൊ ഒരു ക്യൂബിന്റെ ഒപ്പോസിറ്റ് കോർണറുകൾക്കിടയ്ക്കുള്ള ദൂരം √3a ആയിരിക്കും. ഒരേ ഫേസിലെ ഒപ്പോസിറ്റ് കോർണർ അല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ കോർണറിൽ നിന്നുള്ള ദൂരം എത്ര വരും? r = ഇതിന്റെ പകുതി √3/2a എന്ന് വരും. ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഓരോ കോർണറിനും സെന്റർ ഓഫ് ദ ക്യൂബിലേക്കുള്ള ദൂരം √3/2a. a സൈഡ് ഓഫ് ദ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എല്ലാം ഒരേ ചാർജുകളാണെങ്കിൽ 8 into 1/4πε0 q divided by r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരം കിട്ടുമല്ലോ. r ന്റെ സ്ഥാനത്ത് √3/2a വേർ a is സൈഡ് ഓഫ് ദ ക്യൂബ് തന്നിട്ടുണ്ടാവും.
നിങ്ങൾക്ക് ചാർജ് ക്യൂ തന്നിട്ടുണ്ടാവും. യു ക്യാൻ കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ. അപ്പൊ 8 ആൾക്കാരും കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിനെ കൂട്ടി എല്ലാം ഒരേ പോലത്തെ ചാർജുകളാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളും ചെയ്യാൻ ഓർമ്മിക്കുക. നമ്മൾ പിന്നെ മുന്നോട്ട് പോവാണ്. അപ്പൊ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യം വരാൻ ഈ ഭാഗത്തുനിന്ന് സാധ്യത. കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. ഏറ്റവും ആദ്യത്തെ ഫോർമുല നമ്മൾ കപ്പാസിറ്റൻസിന്റെ പഠിച്ചിട്ടുള്ള ഫോർമുല ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു അത്? Q ഈക്വൽ ടു സി ഇൻറ്റു ബി. എപ്പോഴും ഓർമ്മിച്ചോളാം, Q ഈക്വൽ ടു സി വി നമുക്ക് ആവശ്യം വരും. ഇനി അതേപോലെ തന്നെ ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഫോർമുല, ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ആണെങ്കിലുള്ള ഫോർമുല 4πε0 ക്യാപിറ്റൽ ആർ. ഇത് ഓർമ്മിച്ച് വെച്ചോളൂ. പിന്നെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിലുള്ള ഫോർമുല ε0 ε/r a/d ഓർമ്മിച്ച് വെച്ചോളൂ. ഇതുപോലെ മറ്റ് ഫോർമുലകൾ സീരീസ് പാരലൽ കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് C = ε0 ε/r a/d. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനിപ്പോ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. Find the capacitance of a parallel plate capacitor. Given that the dielectric medium is having dielectric constant εr equal to 2, area of each plate is equal to 10 centimeter square, distance between the plates is equal to 1 millimeter. Find the capacitance. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിമ്പിൾ. C is equal to ε0 ന്റെ സ്ഥാനത്ത് 8.85 into 10 raised to minus 12 into εr ന്റെ സ്ഥാനത്ത് 2 into ഏരിയയുടെ സ്ഥാനത്ത് 10 into 10 raised to minus 4. നോക്കുക, സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ 10 raised to minus 4 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ ഡി ന്റെ സ്ഥാനത്ത് 1 millimeter ആണ്, 10 raised to minus 3. നിങ്ങൾക്ക് ഫാരഡിൽ ഉത്തരം കിട്ടും. SI യൂണിറ്റ് എന്താണ്? ഫാരഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. C is equal to ε0 a/d. ഒരു എയർ ഫിൽഡ് കപ്പാസിറ്റർ ആണ്. ഇഫ് ഏരിയ ഈസ് ഡബിൾഡ് and distance between the plates is halved, and if it is filled with a dielectric medium of dielectric constant 10, what will be new capacitance? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? ഇതായിരുന്നു കപ്പാസിറ്റൻസ്. ഇതിന്റെ ഏരിയ ഡബിൾ ആക്കി, ഡിസ്റ്റൻസ് പകുതിയാക്കി, ഇതിന്റെ ഇടയിലുള്ള മീഡിയം എയറിന് പകരം 2 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള മീഡിയം ആക്കി. വാട്ട് വിൽ ബി ദ ന്യൂ കപ്പാസിറ്റൻസ്? C dash is equal to എന്ത് വരും? എന്താ വരിക? ε0 a/d. അവിടെ നിൽക്കണേൽ ε0 ഒപ്പം εr വരും. ε0 ε/r a' (d') that's equal to, answer will be ε0 into 2 into ഏരിയയുടെ സ്ഥാനത്ത് 2a divided by d' സ്ഥാനത്ത് d/2. that becomes 6 times ε0 a/d. that's equal to 6c. 6 ഇരട്ടി കപ്പാസിറ്റൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ആ ഫോർമുലകൾ എയർ ഫീൽഡ് ആണോ ഡൈലക്ട്രിക് മീഡിയം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു. ഇനി ഞാൻ പോകാവുന്ന പ്രോബ്ലം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം, സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ആണ്. സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലകൾ എന്തൊക്കെയായിരുന്നു? 1/c series is equal to 1/c1 plus 1/c2 plus 1/c3 plus etc. or C series രണ്ടാക്കാരാണെങ്കിൽ C1 C2 by C1 plus C2. വേറെ n ആണെങ്കിൽ CS is equal to NC. CP is equal to C1 plus C2 plus C3 plus etc. CP is equal to C1 plus C2 രണ്ടെണ്ണാണെങ്കിൽ CP is equal to N ആണെങ്കിൽ NC. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, C parallel is to C series ചോദിക്കും. N capacitors, each of capacitance C when connected in parallel, the combination resultant ആണ് CP. അവരെ സീരീസ് ആയിട്ട് കൊടുത്താൽ കോമ്പിനേഷൻ റിസൾട്ട് ആണ് CS എങ്കിൽ CP is to CS, maximum capacitance to minimum capacitance. ഈ CP by CS is equal to NC by C by N. That's equal to, നോക്കൂ, NC ആണ് CP യുടെ സ്ഥാനത്ത്, CS ന്റെ സ്ഥാനത്ത് C by N. C വെട്ടിപ്പോവും. Answer becomes N square by 1. So CP is to CS equal to N square is to 1. Important formula. അതായത് എന്റെ കയ്യില് 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള 10 കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ N is equal to 10 ആയി. What is the ratio of maximum to minimum capacitance by combining them? ഇവരെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് കിട്ടാവുന്ന പരമാവധി കപ്പാസിറ്റൻസും മിനിമം കപ്പാസിറ്റൻസും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ആൻസർ N square is to 1. That is N ന്റെ സ്ഥാനത്ത് 10 ആയതുകൊണ്ട് 10 square is to 1. Answer will be 100 is to 1.
മാക്സിമം ടു മിനിമം ഈസ് n²1. ഒരേ കപ്പാസിറ്റൻസ് ഉള്ളവരെ പാരലൽ ആയിട്ട് കൊടുത്തിട്ട് പിന്നെ സീരീസ് ആയിട്ട് കൊടുത്താൽ മാക്സിമം ടു മിനിമം റേഷ്യോ ഈസ് n²1. ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചോദിക്കും. അപ്പോ അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കോമ്പിനേഷൻ സിമ്പിൾ ഡയഗ്രാംസ് ഞാൻ കാണിക്കാം. ഇതാ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ട് വിചാരിക്കും. ഇങ്ങനെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റും. എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? ഇയാൾ 1 മൈക്രോ ഫാരഡ് ആണ്, ഇയാൾ 1 മൈക്രോ ഫാരഡ് ആണ്, ഇയാൾ 1 മൈക്രോ ഫാരഡ് ആണ്, ഇയാളും 1 മൈക്രോ ഫാരഡ്. അപ്പൊ 4 1 മൈക്രോ ഫാരഡുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? നോക്കൂ, ഈ 1 ഉം ഈ 1 ഉം പാരലൽ ആണല്ലോ. സോ ദാറ്റ് ബിക്കംസ് എ. ഇവിടുന്ന് 1 1 പാരലൽ ആണെങ്കിൽ ഉത്തരം 2 മൈക്രോ ഫാരഡ് അല്ലെ. പിന്നെ ഈ 1 ഉം 1 ഉം പാരലൽ ആണ്, അപ്പൊ ഉത്തരം 2 മൈക്രോ ഫാരഡ്. അങ്ങനെ കിട്ടി 1 + 1 പാരലൽ കപ്പാസിറ്റൻസ്. സോ ഇങ്ങനെ വരും. ഈ 2 എന്തായി മാറി? സീരീസിലാണ്. സോ 2 2 സീരീസിലാണെങ്കിൽ ഉത്തരം വിൽ ബി C equal to C1 C2 by C1 plus C2. So that's equal to 2 into 2 divided by 2 plus 2 അല്ലെങ്കിൽ 2 divided by 2 എന്ന് എഴുതാം. ആൻസർ ഈസ് 1 മൈക്രോഫാരഡ്. അപ്പോ ഈ രണ്ടും സീരീസിലാണെങ്കിൽ 2/2 that's equal to 1 മൈക്രോഫാരഡ്. അപ്പൊ ടോട്ടൽ റിസൾട്ട് എക്കും ബിക്കും ഇടയ്ക്കുള്ള കപ്പാസിറ്റൻസ് 1 മൈക്രോഫാരഡ് എന്ന് നിങ്ങൾക്ക് വേഗം കിട്ടും. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഇഷ്ടം പോലെ ചോദിക്കും. ഞാൻ മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. നല്ലോണം ആലോചിച്ചോളൂ. There are 4 capacitors. They are connected in the form of a square. 4 കപ്പാസിറ്ററുകളെ ഞാനൊരു സ്ക്വയറിന്റെ രൂപത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. P Q R S ഇങ്ങനെ വിചാരിക്കും. ഇങ്ങനെ 4 കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്ത് 4 ആൾക്കാരും ഒരേ കപ്പാസിറ്ററുകളാണ്. 1 മൈക്രോഫാരഡ് ഈച്ച്. What is effective capacitance between 2 adjacent corners? 2 adjacent cornersന് ഇടയ്ക്കുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാ 2 adjacent corner? പിയും ക്യൂവും നമുക്ക് adjacent corner ആയിട്ട് എടുക്കാം. അപ്പൊ പിയും ക്യൂ adjacent corner ആയിട്ട് എടുക്കുന്ന സമയത്ത് നോക്കൂ, പിയിൽ നിന്ന് ഇങ്ങനെ പോയി ഈ 1 ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിട്ടാണ് ക്യൂവിലേക്ക് എത്തിയത്. അപ്പൊ ഈ 1 ഉം ഈ 1 ഉം എന്താണ്? സീരീസിലാണ്. അപ്പൊ ഈ 3 ആൾക്കാരുടെ റിസൾട്ടന്റ് എന്താ വരിക? ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്താ വരിക? 1 1 1 സീരീസിലായ ഉത്തരം 1/3. ആ 1/3 ഈ 1നായിട്ട് എങ്ങനെ വരും? പാരലൽ ആയിട്ട്. അതായത് ആ ചിത്രത്തിനെ വേണമെങ്കിൽ ഇങ്ങനെയാക്കി മാറ്റി വരയ്ക്കാം. പിയും ക്യൂവും മാത്രം കാണിക്കുക. പിനും ക്യൂവിനും വരയ്ക്കുക ആരാളത്? ഒരു 1 മൈക്രോഫാരഡ് ഉണ്ട് അല്ലെ. ഇനി ഇത് അങ്ങനെ വഴിക്ക് പോയാൽ ഒരു മൈക്രോഫാരഡ് ഉണ്ട്, വീണ്ടും ഒരു മൈക്രോഫാരഡ് ഉണ്ട്, വീണ്ടും ഒരു മൈക്രോഫാരഡ് ഉണ്ട്. അയാളുടെ മറ്റേ കയ്യ് ക്യൂവിലേക്ക് എത്തി. ഇങ്ങനെയായിട്ട് ആ ചിത്രം മാറും. സോ ദാറ്റ് ബിക്കംസ് ഇത് 1 തന്നെയാണ്. 1 1 1. ഇനി ഈ 3 ആൾക്കാരും കൂടിയിട്ട് എന്തായി മാറി? 1/3 ആയി സീരീസ് ആയതുകൊണ്ട്. സോ പിയും ക്യൂ ഇങ്ങനെ വന്നു. സോ ദാറ്റ് ബിക്കംസ് പാരലൽ ആയതുകൊണ്ട് 1 + 1/3. ആൻസർ ഈസ് 1 + 1/3 ഈസ് 4/3 മൈക്രോഫാരഡ്. സോ 2 adjacent കോർണേഴ്സിന് ഇടയ്ക്കുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് ഇത്രയായിരിക്കും. ഇനി ഇതേപോലെ ചോദിക്കുകയാണ് നിങ്ങളോട്, ഓപ്പോസിറ്റ് കോർണറിന് ഇടയ്ക്കുള്ള കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? ഓപ്പോസിറ്റ് കോർണറുകൾക്ക് ഇടയ്ക്കുള്ള കപ്പാസിറ്റൻസ് കാണണമെങ്കിൽ നമുക്ക് ആരെ നോക്കാം? പിയും ആറും നോക്കൂ. അപ്പൊ പി ആർ കേട്ടോ. പിയിൽ നിന്ന് ഇങ്ങനെ പോയി ഒരു കപ്പാസിറ്റർ പോയി, അവിടെ മറ്റേ ആളുടെ കൈ ഇയാൾക്ക് എത്തി, എന്നിട്ട് അത് ആറിലേക്ക് എത്തി. ഓക്കെ. ഇനി ഈ വഴി കൂടെ പോകുമ്പോ ഒരു കപ്പാസിറ്റൻസിന്റെ ഒരു കൈ പിടിച്ചു, അങ്ങനെ പോയി മറ്റേ കപ്പാസിറ്റൻസ് എന്റെ കൈ പോയി, അയാളുടെ കൈ ആറിലേക്ക് എത്തി. അപ്പൊ ഇങ്ങനെ വന്നു ചിത്രം. ഇങ്ങനെ ആക്കി എഴുതാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും. സോ ദാറ്റ് ബിക്കംസ് നോക്കൂ, 1 ഉം 1 ഉം സീരീസിലാണെങ്കിൽ ഉത്തരം എത്ര വരിക? 1 ഉം 1 ഉം സീരീസിലാണെങ്കിൽ 1/2. ഓക്കെ, നമ്മൾ 6 പോയിന്റ് കിട്ടാം. ഇനി ഈ 1 ഉം 1 ഉം സീരീസിലാണല്ലോ, അപ്പൊ അതിന്റെ ഉത്തരം എത്ര വരിക? 1/2. ഈ 1/2 ഈ 1/2 ഇപ്പൊ എന്തായി? പിനും ആറിനും ഇടയ്ക്ക് പാരലായി. സോ ആൻസർ ബിക്കംസ് 2 into 1/2. ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് ആൻസർ ഈസ് 2 into 1/2 ഈസ് 1 മൈക്രോഫാരഡ്. അപ്പൊ 4 1 മൈക്രോഫാരഡുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത ഒരു സ്ക്വയർ നെറ്റ്വർക്ക് ആക്കിയപ്പോൾ ഓപ്പോസിറ്റ് കോർണേഴ്സിന് ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1 മൈക്രോഫാരഡ് ആണ്. അഡ്ജസന്റ് കോർണേഴ്സിന് ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നേരത്തെ കിട്ടി 4/3 മൈക്രോഫാരഡ് ആണ്. ഇതേപോലെയുള്ള പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേഗം ഇനി ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ശീലമാവുക. പരമാവധി സർക്യൂട്ടുകൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. There are 3 capacitors in the form of a triangle network.
ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിലാണ് 3 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. പേര് കൊടുക്കാം നമുക്ക് എ ബി സി. 3 ആൾക്കാരും ഒരേ 1 മൈക്രോഫാരഡ് ഈച്ച് ആണ്. ചോദ്യം, വാട്ട് ഈസ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എനി 2 അഡ്ജസന്റ് കോർണേഴ്സ്? അടുത്തടുത്തുള്ള 2 കോർണേഴ്സിനടക്കുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? ഏതാ അഡ്ജസന്റ് കോർണർ? എയും ബി ആവാം, എയും സിയും ആവാം, ബിയും സിയും ഒക്കെ ഒരേപോലെ തന്നെ. എല്ലാവരും ഒരേ കപ്പാസിറ്റർ ആയത് ഏത് അഡ്ജസന്റ് ഏത് കോർണർ എടുത്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പൊ എനി 2 കോർണേഴ്സ് എന്നേ ചോദിക്കുള്ളൂ, അഡ്ജസന്റ് ഒന്നും ഇതിലില്ല. അപ്പൊ എനി 2 കോർണേഴ്സ് എയും ബിയും നോക്കുക. എ ബി ഇവർക്കിടയ്ക്ക് ആരാളത്? ഒരു കപ്പാസിറ്റർ ഇരിക്കുന്നു. ഇയാളെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഇയാളെ ഇങ്ങനെ പോയി ഒടുക്കും വളയ്ക്കൊക്കെ ചെയ്യാം, കണക്ഷൻ വിടരുത് മാത്രം. ഇനി മറ്റേ കയ്യിലൂടെ അങ്ങനെ പോയിട്ട് അടുത്ത ആളുടെ കയ്യിലേക്ക് പോയി ഇവിടേക്ക് എത്തി. ഇനി അടുത്ത ആളുടെ കൈ ഇങ്ങനെ പോയി ബിയിലേക്ക് എത്തി. അപ്പൊ ഈ സർക്യൂട്ടാണ് ഇങ്ങനെയായി മാറിയത്. എയും ബിയും നമ്മൾ നോക്കുമ്പോ ഇപ്പൊ ഈ 1 ഉം സീരീസിലാണ്, അവർ 2 ആൾക്കാരും കൂടി ഇയാൾക്ക് പാരലാണ്. അപ്പൊ ഈ 1 സീരീസിലാണെങ്കിൽ ഉത്തരത്രയും 1/2. ഈ 1 കൂടിയിട്ട് ഇവർ എന്താണ്? പാരലാണ്. പാരലാവുമ്പോ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. +1. സോ C is equal to 1/2 + 1, that's equal to 3/2 microfarad. അപ്പൊ 3 capacitors connected in the form of a triangle network. The effective capacitance between any 2 corners is like this. ഇങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് ശീലാവുക. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേറെ ഇതേപോലത്തെ ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇതാണ്. 2 കപ്പാസിറ്ററുകൾ ഉണ്ട്, അവരെ സീരീസ് ആയിട്ട് കൊടുത്തു. അവരെ സീരീസ് ആയിട്ട് കൊടുത്തപ്പോൾ ഉത്തരം കിട്ടിയത് CS is equal to 2 മൈക്രോഫാരഡ് ആണ്. 2 കപ്പാസിറ്റൻസുകൾ സീരീസ് ആയി കൊടുത്തപ്പോൾ കിട്ടിയത് 2 മൈക്രോഫാരഡ് ആണ്. അവരെ ഞാൻ പാരലായിട്ട് കൊടുത്തു. പാരലായിട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 9 മൈക്രോഫാരഡ് ആണ്. ക്വസ്റ്റ്യൻ തന്നു. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ഓഫ് 2 capacitors is 9 microfarad. Then they are connected in series. The effective capacitance is 2 microfarad. Find the 2 capacitors. അവർ 2 ആൾക്കാരും സെയിം ആവുന്നില്ല എന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് ഉത്തരം കിട്ടിയത്. സോ ചോദ്യം C1 എത്ര, C2 എത്ര, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫോർമുലയിലേക്ക് പോവാം. CP is equal to C1 plus C2. ഫോർമുല അറിയാലോ. ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞത് 9. ഇക്വേഷൻ നമ്പർ 1 ആയല്ലോ. മൈക്രോഫാരഡിൽ എഴുതിയാൽ മതി കേട്ടോ. ഇനി C series is equal to C1 C2 by C1 plus C2. നിങ്ങൾക്ക് ഫോർമുല അറിയാലോ. അത് എത്രയാണെന്നാ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ? 2 മൈക്രോഫാരഡ്. ഇക്വേഷൻ 2 ആയല്ലോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് C1 ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കൂ. C1 C2 by C1 plus C2 സ്ഥാനത്ത് 9 കൊടുത്താൽ ഈക്വൽ ടു 2 എന്നാവുമല്ലോ. Therefore C1 C2 ഈക്വൽ ടു എത്ര വരും? 18. ഇക്വേഷൻ നമ്പർ 3 ആയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മനസ്സിലായി വിചാരിക്കുന്നു. C1 plus C2 ആണ് പാരലൽ കോമ്പിനേഷൻ. അപ്പോ അത് 9 ആയിട്ട് കൊടുത്തു. C1 C2 by C1 plus C2 ആണ് സീരീസ് കോമ്പിനേഷൻ. അത് 2 ആയതുകൊണ്ട് അത് ഇക്വേറ്റ് ടു 2 ആയി. അതിൽ C1 plus C2 നേരത്തെ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ C1 C2 കിട്ടിയത് 18. C1 C2 കിട്ടി. C1 plus C2 കിട്ടിയാൽ നിങ്ങൾക്ക് C1 minus C2 കാണാം. C1 minus C2 whole square equal to A minus B whole square is equal to A plus B whole square minus 4AB. ഫോർമുല അറിയാം. A plus B whole square minus 4AB is equal to A minus B whole square. അപ്പൊ ഇവിടെ C1 minus C2 whole square is equal to C1 plus C2 whole square minus 4C1 C2. So that becomes, എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? C1 ഉം C2 കിട്ടാൻ വേണ്ടി സൊല്യൂഷൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിൽ സ്വീകരിക്കാം. So 9 square minus 4 into 18. Okay, that is 81 minus 72 equal to 9. So നിങ്ങൾക്ക് കിട്ടി C1 minus C2. C1 minus C2 is equal to 9. C1 minus C2 is equal to 9. C1 plus C2 is equal to C1 minus C2 is equal to C1 minus C2 whole square ആണ് 9. So C1 minus C2 is equal to 3. C1 plus C2 is equal to 9. ഈ 2 ഇക്വേഷനും കൂടി കിട്ടിയാൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 and 5 ഒന്നും കൂടി എടുത്ത് എഴുതുക. സോ 2 കൂടി കൂട്ടുന്ന സമയത്ത് 2C1 equal to, ഇത് 2 കൂടി ആഡ് ചെയ്ത് നോക്കൂ. 2C1 is equal to 12. So C1 is equal to 6 microfarad. Therefore C2 is equal to എന്ത് വരും? 6 plus 3 ആണ്. Therefore C2 is equal to 3 microfarad. C1 ന്റെ സ്ഥാനത്ത് 9 കൊടുത്താൽ 9 plus C1 ന്റെ സ്ഥാനത്ത് 6 കൊടുത്താൽ 6 പ്ലസ് C2 നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 9 minus 6 that's equal to 3 microfarad. അപ്പൊ യു ക്യാൻ കാൽക്കുലേറ്റ്. ഏത് കിട്ടാം? C1 കിട്ടി 6 മൈക്രോഫാരഡ്, C2 കിട്ടി 3 മൈക്രോഫാരഡ്. രണ്ടും സീരീസ് പാരലായിട്ട് കൊടുത്താൽ 6 3 9 മൈക്രോഫാരഡ്. രണ്ടാക്കാൻ സീരീസ് കൊടുത്താൽ 6 × 3 / 6 + 3 ദാറ്റ് ഈസ് 18/9 2 മൈക്രോഫാരഡ്. ഇങ്ങനെയാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന വഴി. നോക്കൂ, C1 plus C2 C1 minus C2 കണ്ടെത്തിയാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇങ്ങനെ പോയാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്
കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം 2020 മാർച്ചിൽ ചോദിച്ച ചോദ്യം ഞാൻ ഇതാണ് കാണിക്കാം. There are 3 capacitors, 2, 3 and 1 microfarad capacitors are connected in microfarad അല്ല പറഞ്ഞത്, picofarad എന്നാ പറഞ്ഞത്. picofarad 2 picofarad, 3 picofarad, 1 picofarad. They are connected in parallel ആയിട്ട് കണക്ട് ചെയ്യും. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? 2, 3, 5, 1 6 picofarad equal to 6 into 10⁻⁻12 farad എന്ന് എഴുതി. ചോദ്യം ഇനി അടുത്തത്, ഈ 3 ആൾക്കാരെയും കൂടിയിട്ട് ഈ 3 ആൾക്കാരെയും 100 വോൾട്ടിന് പൊട്ടൻഷ്യലിൽ കൊടുത്തു. 3 ആൾക്കാർ പാരലാണ്, അതായത് ചിത്രങ്ങൾ വരും. 3 ആൾക്കാർ പാരലാണ്. ഇനി ഇതിലേക്ക് എത്ര കൊടുത്തു? 100 വോൾട്ട് പൊട്ടൻഷ്യൽ ആണ് കൊടുത്തത്. വാട്ട് ഈസ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ? Q1, Q2, Q3. എന്താ ഞാൻ Q1, Q2, Q3 എന്ന് എഴുതിയത്? When capacitors are connected in parallel, charge on each capacitor will be different. So Q1 equal to C1V. That's equal to C1 എത്രയാണ്? 2 into 10⁻⁻12 into V എത്രയാണ്? എല്ലാവർക്കും പൊട്ടൻഷ്യൽ സെയിം ആണ്. എത്രയാണ്? V സെയിം, that is 100 volt. So ഇത്രയും ഉത്തരം കൂളോമിൽ കിട്ടും. Q2 equal to C2V equal to C2 ന്റെ സ്ഥാനത്ത് 3 into 10⁻⁻12 into V ന്റെ സ്ഥാനത്ത് 100. അത്രയും കൂളും. Similarly, Q3 charge on the third capacitor will be C3V equal to V സെയിം ആണ്, പാരലൽ ആയതുകൊണ്ട്. C3 ന്റെ സ്ഥാനത്ത് എത്രയാണോ? 1 into 10⁻⁻12 into 100. എത്രയാണ്? കൂളും. ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേ ക്വസ്റ്റനിൽ പറയാണ്, if they are connected in series, what is the charge on each capacitor? When they are connected in series, the എന്തായിരിക്കും? Charge is same. Charge is same on each capacitor. Therefore, total capacitance C is equal to 1 by C equal to 1 by 2 plus 1 by 3 plus 1 by 1. അതിൽ നിന്ന് നിങ്ങൾക്ക് C സീരീസ് കണ്ടുപിടിക്കണം. കിട്ടും. എന്നിട്ട് പറയാ, നമുക്കറിയാം C is equal to or Q is equal to C into V. ഈ പറഞ്ഞ C S അവിടെ കൊടുക്കുക into 100. അപ്പൊ ടോട്ടൽ ചാർജ് കിട്ടും. ഈ ടോട്ടൽ ചാർജ് ഓരോ കപ്പാസിറ്ററിന്റെ മുകളിൽ സെയിം ആവും. എങ്ങനെയാണെങ്കിൽ if they are connected in series ഇങ്ങനെ വരും. 100 volt. അപ്പൊ 3 ആൾക്കാരുടെയും ചാർജ് സെയിം ആയിരിക്കും. ആ ചാർജ് എത്രയും വരിക? C1 by C2 V C3 V നല്ല എഴുതുക. Q is equal to CV എന്ന് എഴുതണം. ആരാണ് ആ C? ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്. അത് CS കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് വീനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് വ്യത്യാസം വരും. അപ്പൊ ചാർജ് സെയിം ആണ്. അപ്പോ ചാർജ് സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ത് ചെയ്യണം? 3 കപ്പാസിറ്ററുകൾ സീരീസിലാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ടോട്ടൽ പൊട്ടൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ കപ്പാസിറ്ററിന്റെ മുകളിലും ചാർജ് ചെയ്തിട്ടുള്ള ചാർജ്, സ്റ്റോർ ചെയ്തിട്ടുള്ള ചാർജ് കിട്ടും. ദാറ്റ് ഈസ് സെയിം ആയിരിക്കും. സീരീസ് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം. പാരലൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചോദിക്കും. ഒറ്റ പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, എനർജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ? അപ്പൊ ചോദിക്കുന്നത് നോക്കൂ. ദർ ആർ 2 capacitors. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. ദർ ആർ 2 capacitors സീരീസ് ആയിട്ടാണ് കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഒരു 100 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ സീരീസ് ആയിട്ട് കൊടുത്തു. ഇയാളുടെ കപ്പാസിറ്റൻസ് 1 മൈക്രോഫാരഡ് ആണ്, ഇയാളുടെ കപ്പാസിറ്റൻസ് 2 മൈക്രോഫാരഡ് ആണ്. ചോദ്യം, വാട്ട് ഈസ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ ഈച്ച് കപ്പാസിറ്റർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അപ്പൊ ഇയാളുടെ ചാർജ് കാണണം Q1, ഇയാളുടെ ചാർജ് കാണണം Q2, ഇയാളുടെ എനർജി കാണണം, രണ്ടാൾക്കാരെ എനർജി കാണണം. ആദ്യം നമുക്ക് ഫോർമുല, രണ്ടാൾക്കാർ സീരീസിലാണെങ്കിൽ CS ഈക്വൽ ടു C1 C2 by C1 പ്ലസ് C2. കപ്പാസിറ്റേഴ്സ് സീരീസിലായാൽ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ സെയിം QQ എന്ന് എഴുതിയാൽ മതി. അതിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ഫോർമുല 1 into 2 by 1 plus 2, that's equal to 2 by 3 microfarad. Therefore, charge on each capacitor is equal to CS into V, that's equal to 2 by 3 into 10⁻⁻6 into 100. അത്രയും കൂളും. ഇതാണ് ഓരോ കപ്പാസിറ്ററിന്റെ മുകളിലുള്ള ചാർജ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോരുത്തരുടെ മുകളിലുള്ള ചാർജ് കിട്ടും. ഇനി ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ എനർജി ഓൺ ഈച്ച് കപ്പാസിറ്റർ? U1 ഈക്വൽ ടു ഹാഫ് C1 V1 സ്ക്വയർ.
U2 equal to half C2 V2 square. നിങ്ങൾക്ക് V1 ഉം V2 ഉം കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഒന്നുകൂടി V ഇല്ലാത്ത ഇക്വേഷൻ ഉപയോഗിക്കൂ. Q square by 2C1 equal to Q square by 2C2. ഈ ഫോർമുല ഉപയോഗിക്കാം. Q square by 2C. അപ്പൊ U1 equal to Q square നിങ്ങൾക്കറിയാം 2 into 10 raised to minus 2 by 3 into 10 raised to minus 6 into 100 okay whole square by അതിന്റെ ചാർജ് കപ്പാസിറ്റൻസ് എത്രയാ into 10 by 10 raised to minus 6 ഇത്രയും ജൂൾ. Similarly U2 equal to energy on the second capacitor will be Q2 square by 2C equal to Q2 എത്രയാ അതേ ചാർജ് തന്നെയാണ്. ചാർജ് എത്രയാണ് 2 by 3 into 10 raised to minus 6 into 100 all square by 2C2. C2 എത്രയാ 2 into 10 raised to minus 6. ഇത്രയും ജൂളിലായിരിക്കും ഉത്തരം കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും എനർജി ഡിഫറന്റ് ആണ്. സീരീസിന്റെ എനർജിയും കിട്ടി. ഇതേപോലെ പാരലൽ ക്വസ്റ്റ്യൻ ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് സാധാരണ വരിക. അപ്പൊ നമ്മൾ ചെയ്തത് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രോബ്ലങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കുക. ഒരു ക്വസ്റ്റിനും കൂടി നിങ്ങളോട് ചോദിക്കാം. വാട്ട് ഇസ് പൊട്ടൻഷ്യൽ എനർജി ചിലപ്പോൾ ചോദിക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല there are two charges 1 microcoulomb and 2 microcoulomb, a system of two charges separated by a distance 1 millimeter in free space. What is the potential energy of the system എന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല സിസ്റ്റത്തിന്റെ 1 by 4 pi epsilon 0 Q1 Q2 by R. സിമ്പിൾ ഫോർമുല. എനർജിയാണ്, ഫോഴ്സ് അല്ല. That's equal to 9 into 10 raised to 9 into Q1 Q2 ന്റെ സ്ഥാനത്ത് 1 into 10 raised to minus 6 into 2 into 10 raised to minus 6 divided by R ന്റെ സ്ഥാനത്ത് 1 millimeter ആയതുകൊണ്ട് അത്രയും ജൂൾ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി. 1 by 4 pi epsilon 0 Q1 Q2 by R ആണ്. Q1 ഉം Q2 ഉം 6 ദൂരത്തിലിരുന്നുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി. ഇതേപോലെ ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തായിരുന്നു അത്? PE into cos theta 1 minus cos theta 2. theta 1 നിന്ന് theta 2 ലേക്ക് ഒരു ഡൈപോളിനെ തിരിച്ചാലുള്ള ആ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആവുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഈസ് P into E into cos theta 1 minus cos theta 2. ഈ ഫോർമുല ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. P is dipole moment, E is electric field, theta 1 is initial angle, theta 2 is final angle. അതും പ്രോബ്ലങ്ങളിൽ ആവശ്യം വരും. അപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യാം. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പരമാവധി ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യും. ഓക്കെ, താങ്ക് യു.